നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ 2025 ആദ്യത്തെ മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെറും 4ാമത്തെ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ സിനിമ റിലീസ് ചെയ്തിട്ട്. അതിനുള്ളിൽ തന്നെ നമുക്ക് അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ 4 ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ കണക്ക് അതിനുള്ളതായിരിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് കിട്ടിയ കണക്ക് അതിനുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ആ സിനിമയുടെ ഒക്യുപ്പൻസി എല്ലാം നല്ല രീതിയിലായിരിക്കണം. മാത്രമല്ല ഇന്നത്തെ കണക്ക് ഏകദേശം എത്ര കിട്ടുമെന്നതിനെ കുറിച്ചുള്ള രീതിയിലുള്ള കണക്കുകളും വളരെ ഗംഭീരമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് ഈ 3 ദിവസം കൊണ്ട് തന്നെ പറയാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നല്ല സബ്ജക്റ്റാണ്, നല്ല സിനിമയാണ്. പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ റിവ്യൂ ചെയ്തതിനോടൊപ്പം തന്നെ ഇപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. നല്ല ഒരു 1.5 തിയേറ്റർ അനുഭവം നൽകുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ പറയാവുന്ന ഒരു അന്വേഷണ സിനിമയാണത്. അത് തന്നെ ഒരു വലിയ ഒരു വിരോധാഭാസമല്ല ഫീൽ ഗുഡ് മൂവി ആയിട്ടുള്ള ഒരു അന്വേഷണ സിനിമ എന്ന് പറയുന്നത്. ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ലൊരു ഫീൽ നൽകുന്ന ഒരു ഗുഡ് മൂവി അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ സിനിമയുടെ കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ടൊവിനോ തോമസിന്റെ സിനിമയായിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ ഫസ്റ്റത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതിനേക്കാൾ മുകളിലേക്ക് ഈ സിനിമ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കയറി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഐഡന്റിറ്റിയുടെ കണക്ക് നമ്മൾ ഇന്ന് തന്നെ വേറൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ മാത്രം കളക്ഷനും ഒക്യുപ്പൻസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വിദേശ കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വരും. ആ സമയത്ത് മാത്രമേ നമുക്കത് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കിട്ടുകയുള്ളൂ. വേറെ ഓരോരുത്തരും തന്നെ കിട്ടത്തില്ല. ഇനി ആരെങ്കിലൊക്കെ അങ്ങനെ തള്ളുന്നുണ്ടെങ്കിൽ അതൊരു തള്ളു മാത്രമായിട്ട് കണക്കാക്കണമെന്ന് ഞാൻ എന്റെ മാത്രം അറിവുകൾ കൊണ്ട് പറയുന്നു. നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കകത്തു നിന്നുള്ള കണക്കുകളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 2 കോടി രൂപ കളക്ഷൻ നേടാൻ സാധിച്ചു. അത് നമ്മുടെ ആസിഫ് അലിയെ സംബന്ധിച്ച് വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. 2 കോടി രൂപ കളക്ഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് അഭിപ്രായം കിട്ടിയ ഒരു തരക്കേടില്ലാത്തൊരു നായകന്റെ സിനിമയ്ക്ക്, അതായത് ടൊവിനോ തോമസ് ഒക്കെ പോലുള്ള നായകന്മാർക്ക് സത്യത്തിൽ അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടാറുണ്ട് ആദ്യ ദിവസം, നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ. എന്നാൽ ആസിഫ് അലിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ആദ്യ ദിവസം 2 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 2 കോടി രൂപ കളക്ഷൻ കിട്ടുന്നത്. സാധാരണയായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ എല്ലാ ആദ്യ ദിവസത്തെ കളക്ഷൻ നല്ലതാണ് എന്ന അഭിപ്രായം വന്നാൽ പോലും ഏകദേശം 60 ലക്ഷം 65 ലക്ഷം രൂപയിൽ നിൽക്കുന്നിടത്താണ് അതിന്റെ 3 ഇരട്ടിയിലധികം തുകയ്ക്ക് ആദ്യ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. അത് തന്നെ ആ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിരുന്നു. 2ാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ 15.79% വലിയ ഒരു ഉയർച്ച കാണാൻ സാധിക്കും. 2 കോടി 20 ലക്ഷം രൂപയാണ് 2ാം ദിവസം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. 3ാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് 2ാം ദിവസത്തേക്കാൾ 46.36% കളക്ഷൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യത്തെ ശനിയാഴ്ച സിനിമയ്ക്ക് 3 കോടി 22 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു 3 ദിവസത്തെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 കോടി 32 ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് കാണുന്നത്. ഈ 3 ദിവസത്തെ വിദേശ കളക്ഷൻ ആവറേജ് ഉള്ള ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് 5 കോടി 10 ലക്ഷം രൂപയാണ്. അതുകൂടി നമ്മൾ കൂട്ടുന്ന സമയത്ത് 12 കോടി 32 ലക്ഷം രൂപ, അല്ലെങ്കിൽ 12 കോടി 42 ലക്ഷം രൂപ, അതല്ല എന്നുണ്ടെങ്കിൽ 12.5 കോടി രൂപയാണ് ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതൊരു വലിയ ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമ്മുടെ ആസിഫ് അലി സിനിമകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ കിഷ്കിന്ദ കാണ്ഡത്തിന് പോലും കളക്ഷൻ യഥാർത്ഥത്തിൽ കൂടി തുടങ്ങുന്നത് 2ാമത്തെ ആഴ്ച മുതലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ആഴ്ചയിലെ വീക്കെൻഡുകൾക്ക് ശേഷമുള്ള വർക്കിംഗ് ഡേയിലാണ് ആ സിനിമ പയ്യെ കയറുന്നതും
രണ്ടാമത്തെ ആഴ്ച തുടങ്ങുന്നതോടുകൂടി വലിയ ഒരു ഹിറ്റിലേക്ക് സിനിമ പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇത് ആദ്യ ദിവസം മുതൽ തന്നെ നല്ല കളക്ഷനിലേക്ക് കയറുന്നത് കാണാൻ സാധിക്കും. ഇതുവരെയുള്ള റിലീസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ 3 ദിവസവും 2 കോടിയോ അതിനു മുകളിലോ നിലനിർത്താനായിട്ട് ആ സിനിമയുടെ കളക്ഷന് സാധിക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസമാണ്, അതായത് ഞായറാഴ്ചത്തെ ദിവസമാണ്. ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് മാത്രം 1,45,00,000 രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ വരെയുള്ള ബുക്കിങ്ങിലൂടെ നോക്കുമ്പോൾ 1,45,00,000 രൂപ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെയുള്ള കളക്ഷനും ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് കൂടി നോക്കുമ്പോൾ പോലും 8,77,00,000 രൂപ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ വന്നിട്ടുണ്ട്. 1,45,00,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കണക്ക് ഇന്നലെ നേടിയ 3,22,00,000 രൂപയേക്കാൾ വളരെയധികം ഉയർന്നിരിക്കും എന്നുള്ളൊരു കാര്യം കണക്ക് കൂട്ടുക. ഏറ്റവും കുറഞ്ഞ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ പോലും 3,75,00,000 രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ ദിവസം നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതായത് സിനിമ നല്ല രീതിയിലുള്ള ഒരു കളക്ഷനിലേക്കാണ് ആദ്യത്തെ വീക്കെൻഡിൽ വന്ന് നിൽക്കുന്നത്. എങ്ങനെ പോയാലും ഈ ചിത്രം ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി നേടും. അത് ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിയുടെ സിനിമകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു റെക്കോർഡായിരിക്കും അത് എന്നുള്ളതും കൂടി ഇവിടെ കണക്ക് കൂട്ടേണ്ടതുണ്ട്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഷോസിന്റെ എണ്ണവും അതുപോലെ തന്നെ ഒക്യുപ്പൻസിയും നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ 159 ഷോയാണ് ഇന്നത്തെ ഞായറാഴ്ച പടം ഓടുന്നത്. 159 ഷോ നമ്മൾ ഓടുമ്പോൾ ഇന്നലെ വരെയുള്ള ഒക്യുപ്പൻസി 64% എന്ന് കാണിക്കുന്നുണ്ട്. 159 ഷോയിൽ 64% ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ കണക്കുകൾ എറണാകുളത്ത് നിന്ന് മാത്രമായിട്ട് അല്ലെങ്കിൽ കൊച്ചിൻ സിറ്റിക്കകത്ത് നിന്ന് മാത്രമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. അടുത്ത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വെറും 33% മാത്രമാണ് അവിടുത്തെ ഒക്യുപ്പൻസി കാണിക്കുന്നത്. എന്നാൽ 112 ഷോസാണ് അവിടെ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ കൂടുതൽ ഷോസ് ഉണ്ട്, പക്ഷെ കളക്ഷൻ വലിയ കാര്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ 59 തിയേറ്ററുകളിലാണ് പടം 59 ഷോകളാണ് പടം ഓടുന്നത്. 46% ഒക്യുപ്പൻസി കാണിക്കുന്നത്. അത് ഒരു അത്ര അങ്ങനെ തൃപ്തികരമായിട്ടുള്ള ഒക്യുപ്പൻസി ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. കൊച്ചിയിലെ തന്നെയാണ് അപ്പോഴും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നത്. തൃശ്ശൂർ നോക്കുന്ന സമയത്ത് 54% എന്നുള്ള ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. 52 ഷോസ് മാത്രമാണ് അവിടെ ഓടുന്നത്. ഷോസിന്റെ എണ്ണം കുറച്ച് കുറവാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. താരതമ്യേന നോക്കുമ്പോൾ ഒരു ശരാശരി കണക്കാണ് അവിടെ കാണുന്നത്. ഒക്യുപ്പൻസിയും അതേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കൊല്ലത്തേക്ക് വരുമ്പോൾ 38 ഷോസാണ് ഓടുന്നത്. 38% തന്നെയാണ് ഒക്യുപ്പൻസിയും കാണിക്കുന്നത്. എല്ലാ കാലത്തും കൊല്ലം, ആലപ്പുഴയൊക്കെ സാധാരണ രീതിയിൽ ഈ രീതിയിൽ തന്നെയാണ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ളവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുന്ന പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ഈ പ്രാവശ്യം ഒട്ടും മോശമല്ല. 10 ഷോ മാത്രമാണ് അവിടെ ഓടുന്നത് എന്നുണ്ടെങ്കിലും 61% ഒക്യുപ്പൻസി കാണിക്കുന്നത്. ഒക്യുപ്പൻസിയിൽ കൊച്ചി കഴിഞ്ഞാൽ പിന്നീടുള്ളത് കോട്ടയം തന്നെയാണ്. അടുത്തത് ആലപ്പുഴയാണ്. 32 ഷോയാണ് അവിടെ പടം ഓടുന്നത്. 22% ഒക്യുപ്പൻസി അവിടെ കാണിക്കുന്നുണ്ട്. ഈ ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊല്ലത്തൊക്കെ എല്ലാ കാലത്തും ഒക്യുപ്പൻസി, അതിപ്പോൾ മമ്മൂട്ടിയുടെ വലിയ സൂപ്പർ ഹിറ്റ് പടം വന്നാൽ പോലും ഈ രീതിയിലേക്കാണ് അവിടെ ഒക്യുപ്പൻസി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ആരും തിയേറ്ററിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ബുക്ക് മൈ ഷോ വഴിയൊന്നും ടിക്കറ്റ് എടുക്കുന്നില്ല. നേരെ പോയി എടുക്കുന്ന ആളുകളായിരിക്കാമെന്ന് തോന്നുന്നു. എന്തിനേലും സിനിമ ഒരു ബമ്പർ ഹിറ്റിലേക്കാണ് പോകുന്നത് എന്ന് വേണം വിലയിരുത്താൻ ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്ന്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കാണാത്തവർ ഉടൻ തന്നെ പോയി കാണണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു സിനിമയാണ്.